ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ജവാബ്.കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, ക്യാരം ബോർഡ് കളിക്കുന്നത് സംബന്ധിച്ച ഇസ്ലാമിക വിധി എന്താണ്? ഹലാലാണോ ഹറാമാണോ? ഉത്തരം, ചില കാര്യങ്ങൾ ഈ കളിയിൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കളികൾ, ക്യാരം ബോർഡ് മാത്രമല്ല സമാനമായിട്ടുള്ള നിരവധി ഗെയിമുകളും കളികളും ആളുകൾക്കിടയിലുണ്ട്. അത്തരം ഗെയിമുകളൊക്കെ ഇനി പറയുന്ന കാര്യങ്ങൾ അതിലുണ്ട് എങ്കിൽ ഹറാമായി തീരും. ഒന്ന്, തോറ്റയാളുകൾ, ഇപ്പോൾ ക്യാരം ബോർഡ് കളിക്കുമ്പോൾ തോറ്റയാളുകൾ ജയിച്ച ആളുകൾക്ക് ഇത്ര പണം നൽകണം, അല്ലെങ്കിൽ ഇന്ന മൂല്യമുള്ള വസ്തു നൽകണം, അല്ലെങ്കിൽ ജയിച്ച ആളുകൾക്ക് ഒരു നേരത്തെ ഫുഡ് വാങ്ങിക്കൊടുക്കണം എന്നൊക്കെയുള്ള നിബന്ധന വെച്ചുകൊണ്ടുള്ള കളിയാണ് എങ്കിൽ അത് ഹറാമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ള മൈസിർ, ചൂതാട്ടം, അതിൻ്റെ പരിധിയിൽ വരുന്നതാണത്. യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിസ്ഖും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, മദ്യം, ചൂതാട്ടം, പ്രതിഷ്ഠ, അതുപോലെ പ്രശ്നങ്ങൾ വെച്ച് നോക്കാനുള്ള അമ്പുകൾ, ഇതൊക്കെ പൈശാചികമായിട്ടുള്ള നീചവൃത്തി മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ അതെല്ലാം വർജിക്കുവിൻ, നിങ്ങൾ വിജയം പ്രാപിക്കും. അപ്പോൾ ഈ ആയത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള മൈസിർ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിൻ്റെ ഒരവസ്ഥ ഇങ്ങനെയുള്ള ഗെയിമുകളിൽ ആരെങ്കിലും വെക്കുന്നുവെങ്കിൽ, അഥവാ ഭാഗ്യനിർഭാഗ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തോറ്റ ആളുകൾ ജയിച്ച ആളുകൾക്ക് പണമോ തത്തുല്യമായിട്ടുള്ള വല്ല മൂല്യമുള്ള വസ്തുവോ നൽകണമെന്ന് നിബന്ധന, കണ്ടീഷനുണ്ട് എങ്കിൽ ഹറാമായി തീരും. ഒന്ന്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തരം കളികൾ കാരണം തോറ്റവരും ജയിച്ചവരും തമ്മിൽ ശത്രുതയും, അതുപോലെ തന്നെ വലിയ തർക്ക വിതർക്കങ്ങൾ, പിണക്കങ്ങൾ, കലഹങ്ങൾ, അതൊക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ, പകയും വിദ്വേഷവും ഉണ്ട് എങ്കിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് ഹറാമായിരിക്കും. കാരണം ഇപ്പോൾ നമ്മൾ നേരത്തെ പാരായണം ചെയ്ത ആയത്തിൻ്റെ ശേഷം തന്നെ പറയുന്നത് ഇന്നമാ യുരീദു ശൈത്വാനു അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ എന്നാണ്. ശൈത്താൻ ഉദ്ദേശിക്കുന്നത് മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉളവാക്കാനാണ്. അപ്പോൾ അങ്ങനെ വിദ്വേഷം ഈ മൈസിറിലൂടെ, ഇത്തരം കളികളിലൂടെയൊക്കെ ഉണ്ടാവുകയാണ് എങ്കിൽ അപ്പോൾ അത് ഹറാമായി തീരും. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഇത് തെറ്റിപ്പിക്കുന്നുവെങ്കിൽ, അതായത് ഇത്തരം കളികൾ കൊണ്ട്, ഗെയിമുകൾ കൊണ്ട് അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ള നമസ്കാരം, നോമ്പ്, അതുപോലെയുള്ള സംഗതികൾ, വാജിബായിട്ടുള്ള നിർബന്ധമായ കാര്യങ്ങൾ അതിന് ഭംഗം വരുന്നുവെങ്കിൽ ഹറാമായി തീരും. കാരണം വമിനന്നാസി മൻ യശ്തരി ലഹുവൽ ഹദീസി ലിയുദില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ എന്നുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ സൂറ ലുഖ്മാനിലെ 6-ാമത്തെ വചനം പഠിപ്പിക്കുന്നത് പോലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരറിവുമില്ലാതെ ജനങ്ങളെ തെറ്റിക്കുന്ന വിനോദ വാർത്ത എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനകത്ത് പെടുന്നതാണ് ഇത്തരം കളികൾ. കാരണം നമസ്കാരവും നിർബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളുമൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നാൽ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ ഉണർത്തുവാനുള്ള, സമയം. അമിതമായിട്ട് ഇത് കളിച്ച് ഒരുപാട് സമയങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അത് ഹറാമായി തീരും. കാരണം സമയം എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അത് അമിതമായിട്ട്, അനാവശ്യമായിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അത് വളരെ നന്ദികെട്ട കാര്യമാകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങാതെ, ഉറക്കം നഷ്ടപ്പെടുത്തി രാത്രി കാലങ്ങളിലൊക്കെ ദീർഘമായി ഇങ്ങനെ കളിക്കുന്നുവെങ്കിൽ, ഇത് ക്യാരം ബോർഡ് മാത്രമല്ല, ക്യാരം ബോർഡ് ഉൾപ്പെടെ മറ്റുള്ള ഏത് ഗെയിം ആവട്ടെ, ആ രൂപത്തിൽ പോകുമ്പോൾ അത് ഹറാമായി മാറും എന്നുള്ളതാണ്.
മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിൽ ഉറക്കം നഷ്ടപ്പെടുത്തി അങ്ങനെ ഒരു പരിധിയില്ലാതെ കളിക്കുക എന്നുള്ളത് അപ്പോൾ അത് ഹറാമായിട്ട് മാറും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നിബന്ധനകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നിഷിദ്ധമാകും. അതല്ല എങ്കിൽ, ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ അമിതമാവാത്ത വിധത്തിൽ മിതമായ തോതിൽ അത് ഇത്തരം കളികളാകാവുന്നതാണ്. അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.